Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 26. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. സ്റ്റേഷൻ പരിസരം അന്ന് രാവിലെ മുതൽക്കേ പതിവിലും തിരക്കിലാണ്. പരാതികളുമായി വന്നവരും ആഭ്യന്തരമന്ത്രി വിശ്വൻ സ്ഥലത്തുള്ളതുകൊണ്ട് അദ്ദേഹത്തെ കാണാനുള്ള പെർമിഷൻ വാങ്ങാൻ വന്നവരും സ്റ്റേഷന്റെ മുന്നിൽ നിൽപ്പുണ്ട്. CPO സുരേന്ദ്രൻ അതിന്റെ തിരക്കിലാണ്. കാടിനകത്തെ ആദിവാസി കോളനിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ദേവൻ. മേശപ്പുറത്തിരുന്ന ബെല്ലിൽ വിരലമർത്തിയപ്പോ അകത്തേക്ക് കയറി വന്നത് ജോസഫാണ്. ജോസഫേ, വർഗീസ് സാർ എത്തിയില്ലേ? സല്യൂട്ട് ചെയ്ത ജോസഫിനോട് ദേവൻ ചോദിച്ചു. ഇല്ല സാർ, വർഗീസ് സാറ് ഇതുവരെ എത്തിയിട്ടില്ല. ആ, അത് നന്നായി. അതാ ഒരു കാര്യം ചെയ്യും, ബാലചന്ദ്രനോടും അൻവറിനോടും പിന്നെ ആ ലീനയോടും റെഡിയാകാൻ പറയും. നമുക്ക് ആ ആദിവാസി കോളനി വരെ ഒന്ന് പോണം. താനും പോര്. യെസ് സാർ. ആ, പിന്നെ ആ രാജനോട് വണ്ടിയിൽ പെട്രോളൊക്കെ ഉണ്ടോന്നൊന്ന് ചോദിച്ചേക്ക്. കാട്ടിലേക്കുള്ള പോക്ക, വഴിയിൽ എവിടെയെങ്കിലും കിടന്ന പണി വാളും. സാർ, ഞങ്ങളിപ്പോ വരുന്ന വഴി ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ജോസഫ് ഉറപ്പു നൽകി. എല്ലാവരെയും റെഡിയാക്കാൻ ജോസഫിനോട് ഒരിക്കൽ കൂടി പറഞ്ഞേൽപ്പിക്കുന്നതിനിടയിലാണ് മേശപ്പുറത്തിരുന്ന മൊബൈൽ ശബ്ദിച്ചത്. ദേവൻ ഫോണിലേക്ക് നോക്കി. വിശ്വനാണെന്ന് കണ്ടതും ജോസഫിനെ പുറത്തേക്ക് അയച്ചിട്ട് ദേവൻ ആ കോൾ എടുത്തു. ഫോൺ എടുത്തതും വിശ്വൻ നേരെ കാര്യത്തിലേക്ക് കടന്നു. ദേവാ, നീ കാട്ടിനുള്ളിൽ എത്തിയാലേ ആദിവാസികളെ കാണാൻ അവിടെ ആരൊക്കെ വരുന്നുണ്ടോ എന്ന കാര്യം കൃത്യമായിട്ട് അന്വേഷിക്കണം. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം പരമാവധി കളക്റ്റും ചെയ്യണം. ശരി വിശ്വ, ഞാൻ നോക്കിക്കൊള്ളാം. ദേവൻ ഉറപ്പു നൽകി. തിരിച്ചു വന്നാല് നേരെ എന്നെ വന്ന് കാണണം. ഞാൻ ഇന്ന് വീട്ടിൽ തന്നെ കാണും. എന്ത് ആവശ്യമുണ്ടെങ്കിലും അപ്പോൾ തന്നെ എന്നെ വിളിച്ചറിയിക്കുകയും വേണം. പക്ഷേ വിശ്വ, അവിടെ ഫോണിന് റേഞ്ച് കിട്ടാൻ സാധ്യത കുറവാണ്. ദേവൻ തന്റെ ആശങ്ക പങ്കുവച്ചു. ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടുത്തെ വയർലെസ് സെറ്റുമായിട്ട് ഒരു പോലീസുകാരനെ നിന്റെ അടുത്തേക്ക് അയക്കാം. അതാവുമ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് അതുവഴി സംസാരിക്കാമല്ലോ. ദേവന്റെ നിർദ്ദേശം ശരിവെച്ചുകൊണ്ട് വിശ്വൻ ഫോൺ കട്ട് ചെയ്തു. ഫോൺ പാന്റിന്റെ പോക്കറ്റിലേക്ക് വെക്കാൻ തുടങ്ങുമ്പോഴാണ് അടുത്ത കോൾ വന്നത്. നോക്കുമ്പോ അത് ഗൗരിയുടെ സൊസൈറ്റിയിൽ നിന്നുമുള്ള കോളായിരുന്നു. നിന്റെ ആ മൊബൈലിൽ കണക്ഷൻ ആയില്ലേ ഗച്ചു? അങ്ങേ തലക്കൽ ഗൗരിയാണെന്ന് മനസ്സിലായതും ദേവൻ ചോദിച്ചത് അതായിരുന്നു. ഇല്ല ദേവേട്ട, മിക്കവാറും നാളെ ശരിയാകും. അവളുടെ ശബ്ദത്തിൽ നല്ല ആകുലത ഉണ്ടായിരുന്നു. ദേവേട്ട, രാവിലെ ലക്ഷ്മിയുടെ ഇവിടെ വന്നിരുന്നു. ഏത്, അരുണിന്റെ വൈഫോ? അതെ. എന്തിനാ അവരിപ്പോ വന്നത്? അത് ചോദിക്കുമ്പോ കഴിഞ്ഞ ദിവസം അവളുടെ വല്യച്ഛനും വല്യമ്മയും അമ്മയെ വന്ന് കണ്ടു പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവന്റെ മനസ്സിലേക്ക് വന്നത്. വല്യച്ഛനും വല്യമ്മയും കൂടി ദേവേട്ടന്റെ വീട്ടിൽ വന്നിരുന്നു എന്ന് ഏട്ടത്തി പറഞ്ഞു. വന്നിരുന്നു. അടുത്ത ചോദ്യം എന്തായിരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവന്റെ ശബ്ദത്തിന് കനം വെച്ചു. അമ്മയോട് അവരെനിക്ക് എതിരായിട്ടാണോ സംസാരിച്ചത്? ഗൗരിയുടെ ചോദ്യം കേട്ട് ദേവൻ ഒരു നിമിഷം നിശബ്ദനായി. അതെ ഗൗരി, അവര് വന്ന് അമ്മയോട് ഓരോന്നൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടെന്നേ. ശബ്ദത്തിൽ പരമാവധി ശാന്തത വരുത്താൻ ശ്രമിച്ചുകൊണ്ടാണ് ദേവനത് പറഞ്ഞത്. എന്നിട്ട് അമ്മ ദേവേട്ടനോട് വഴക്കിട്ടോ? ഏയ്, വഴക്കൊന്നും ഇട്ടില്ല. പക്ഷെ നിനക്കറിയാലോ അമ്മ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന്. ബലമില്ലാത്തൊരു മൂളൽ ഫോണിൽ കൂടി കേട്ടു. ഏയ് ഗച്ചുകുട്ടി, നീ പേടിക്കാതെ, ഞാനുണ്ട് കൂടെ. ആരെന്തൊക്കെ പറഞ്ഞാലും നിന്റെ കഴുത്തിൽ ഇനി ഒരു താലി വീഴുന്നുണ്ടേ, അത് ഈ കല്ലാട്ട ദേവന്റെ താലി തന്നെ ആയിരിക്കും. മനസ്സിലായോ? ഉമ്മ. എന്തോന്ന്? ഒന്നുമില്ല. പിന്നാലെ ഒരു കുസൃതി ചിരി കൂടി എത്തി. ഡേ, നീ എന്തോ പറഞ്ഞല്ലോ. ഒന്നുമില്ല മനുഷ്യ. ഇപ്പൊ എവിടെയാ? സ്റ്റേഷനിലാണോ? നീ വഴിമാറി പോവല്ലേ മോളെ, ഇവിടെ വാ. എന്തോന്നാ ഇപ്പൊ മോളിലൂടെ തന്നത്? ഓ, അതൊരുമ്മ. നിസ്സാരമട്ടിലുള്ള അവളുടെ മറുപടി കേട്ട് ദേവൻ ചിരിച്ചു. കൊള്ളാലോ പെണ്ണെ, നീ അങ്ങ് തെളിഞ്ഞു പോയല്ലോ. പിന്നല്ലാതെ ഈ പുതിയ ഗൗരിയെ കുറിച്ച് കല്ലാട്ട ദേവൻ ഇനി എന്തെല്ലാം അറിയാൻ കിടക്കുന്നു. ശരി ശരി, ഞാനേ ഇപ്പൊ ആനച്ചോലയ്ക്ക് അടുത്തുള്ള ആദിവാസി കോളനി വരെ ഒന്ന് പോവുക. അവിടെ ആ പുനരധിവാസ പ്രശ്നത്തെക്കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ. അതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. സൂക്ഷിച്ചു പോണേ, ഗൗരി ഓർമ്മിപ്പിച്ചു. യെസ് ഗൗരിക്കുട്ടി, പോയി വന്നിട്ട് ചേട്ടൻ മോളെ വിശദമായിട്ടൊന്ന് കാണുന്നുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് എന്റെ കൊച്ചിന് വന്നിട്ടുള്ളത് എന്നൊന്നും അറിയണ്ടേ? ഓ ആയിക്കോട്ടെ, തൽക്കാലം മോൻ പോയിട്ട് വാ കേട്ടോ. ഒരു കുലുങ്ങി ചിരിയോടെ അങ്ങേ തലക്കൽ ഫോൺ കട്ടായി. സാർ, എല്ലാം റെഡി ആയിട്ടുണ്ട്.
അകത്തേക്ക് കയറി വന്ന ജോസഫ് പറഞ്ഞപ്പോഴാണ് ദേവൻ ഗൗരിയെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നും വിട്ടുമാറിയത്. തൊപ്പിയും തലയിൽ വെച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ആ സംസാരം ബാക്കി വെച്ച ഒരു ചെറു പുഞ്ചിരി അവന്റെ ചുണ്ടിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ജീപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്താണ് ASI വർഗീസ് തന്റെ ബുള്ളറ്റിൽ സ്റ്റേഷനിലേക്ക് എത്തിയത്. ജീപ്പിലിരിക്കുന്ന ദേവനെ കണ്ടതും അയാൾ ബുള്ളറ്റ് സ്റ്റാൻഡിൽ ഒതുക്കി ജീപ്പിനടുത്തേക്ക് ഓടിയെത്തി സല്യൂട്ട് നൽകി. ദേവൻ തല വെളിയിലേക്കിട്ട് അയാളെ നോക്കി ചിരിച്ചു. എന്തു പറ്റി സാറേ, വൈകി പോയല്ലോ? വർഗീസ് ജീപ്പിനകത്തേക്ക് നോക്കിയിട്ട് ശബ്ദമൽപ്പം താഴ്ത്തി. സാറേ, കോളനിയിലേക്ക് ഇന്ന് പോകണ്ട, ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ദേവന്റെ നെറ്റി ചുളിഞ്ഞു. എന്താ? സ്ഥലവാസികളല്ലാത്ത കുറച്ചുപേരെ ആ കോളനിയുടെ അടുത്ത് വെച്ച് കണ്ടു എന്നൊരു വിവരം. നക്സലുകളാണോ എന്നൊരു സംശയമുണ്ട്. ഇതാര് പറഞ്ഞു? ദേവന്റെ സ്വരത്തിലെ പരിഹാസം തിരിച്ചറിഞ്ഞ വർഗീസിന്റെ മുഖം അല്പം മങ്ങി. സാറേ, നമുക്ക് ഇൻഫോർമേഷൻ തരുന്ന ചില ആളുകളുണ്ട്, അങ്ങനെ കിട്ടിയ വിവരാ. ശരി, ഞാൻ നോക്കിക്കൊള്ളാം. എന്തായാലും ഇന്ന് പോകാതിരിക്കാനാവില്ല വർഗീസ് സാറേ. രാജ, വണ്ടിയെടുക്ക്. ദേവന്റെ ആജ്ഞ കേട്ട് രാജൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തതും വർഗീസ് ജീപ്പിന്റെ പിന്നിലേക്ക് കയറാനൊരുങ്ങി. വർഗീസ് സാർ ഇന്ന് വരണ്ട കേട്ടോ. അത് കേട്ട് വർഗീസ് ഇഷ്ടക്കേടോടെ ദേവനെ നോക്കി. നമ്മുടെ വിശ്വ സാർ സ്ഥലത്തുണ്ടേ, എന്തെങ്കിലും ആവശ്യം വന്ന സ്റ്റേഷനിലെ ചാർജ് നോക്കാൻ വർഗീസ് സാർ ഇവിടെ തന്നെ വേണം, അതാ വരണ്ടെന്ന് പറഞ്ഞത്. വർഗീസിന്റെ മുഖം കറുത്തത് ചിരിച്ചു തള്ളിയിട്ട് ദേവൻ സീറ്റിൽ ഒന്ന് ഇളകിയിരുന്നു. ജീപ്പ് പൊടി പറത്തി സ്റ്റേഷന്റെ കവാടം കടന്നു പോകുമ്പോ വരാന്തയിലേക്ക് കയറിയ വർഗീസ് പാറാവ് നിന്നിരുന്ന വിനോദിനോട് ഉച്ചത്തിൽ പറഞ്ഞു. ചെന്ന് കയറി കൊടുക്കട്ടെ, ഉണ്ടയില്ലാത്ത നോക്കല്ല അവന്മാരുടെ കയ്യിലുള്ളതെന്ന് മിക്കവാറും ഒന്ന് സാറിന് മനസ്സിലാകും. അമർഷം അടക്കി പിടിച്ച് വർഗീസ് അകത്തേക്ക് നടന്നപ്പോ താനൊന്നും കേട്ടില്ല എന്ന മട്ടിൽ വിനോദ് തോക്കും പിടിച്ചു നിന്നു. ശ്രീനിലയത്തിലെ സജീവന്റെ മുറിയിൽ നിന്നും രശ്മികയുടെ നിലവിളി ഉയർന്നുകൊണ്ടിരുന്നു, കൂട്ടത്തിൽ കിച്ചുവിന്റെയും. സജീവൻ തന്റെ രോഷം മുഴുവൻ രശ്മികയുടെ മേൽ തീർക്കുകയായിരുന്നു. മുടിയിൽ കുത്തിപ്പിടിച്ച് അവളെ ചുവരിലേക്ക് ചേർത്ത് നിർത്തി അയാൾ ആക്രോശിച്ചു. വിളിച്ചപ്പോ വരാൻ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോടി? സദാനന്ദൻ ചേട്ടന്റെ കൂടെ വന്നത് ആരാണെന്ന് നിനക്ക് അറിയോ? കേന്ദ്ര കമ്മിറ്റി അംഗം വസന്തറാവുക. അങ്ങേർക്ക് അല്പം വിസ്കി ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞ നിനക്ക് എന്താടി ഇത്ര കേട്? സജീവൻ പല്ലുഞരിച്ച് അവളെ നോക്കി. എന്നെ കൊണ്ട് അതിന് കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞതില്ല സജീവേട്ട, പ്ലീസ് എന്നെ തല്ലരുത്. രശ്മികയുടെ വാക്കുകൾ തേങ്ങലിൽ മുങ്ങിപ്പോയി. ഭിത്തിയിൽ ചാരി നിന്ന് കരയുന്ന അവളുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് കിച്ചുവും ഉറക്കെ കരച്ചിലായിരുന്നു. ഓർമ്മ വെച്ച കാലം മുതൽ അവൻ കാണുന്നതാണ് അച്ഛന്റെ ദേഷ്യവും അമ്മയുടെ കരച്ചിലും. അമ്മ കരയുമ്പോൾ കൂടെ കരയാൻ മാത്രം അറിയാവുന്ന ആ 4 വയസ്സുകാരന് അച്ഛന്റെ സാമീപ്യം ഭയം മാത്രമേ നൽകിയിട്ടുള്ളൂ. അമ്മനെ തല്ലല്ലേ അച്ഛ, അമ്മനെ തല്ലല്ലേ. കുഞ്ഞി കൈകൾ കൊണ്ട് അവൻ സജീവനെ തടയാനും ശ്രമിക്കുന്നുണ്ട്. കുഞ്ഞുമുഖം കണ്ണുനീരിൽ കുതിർന്നിരുന്നു. നീ പുറത്തു പോടാ. സജീവൻ കിച്ചുവിനെ ക്രൂരമായി തള്ളി പുറത്താക്കി വാതിൽ വലിച്ചടച്ചു. അടഞ്ഞ വാതിലിന് പുറത്തു നിന്ന് കിച്ചു തന്റെ കുഞ്ഞി കൈകൾ കൊണ്ട് വാതിലിൽ കൊട്ടി. അമ്മേ, അമ്മേ, വാതിൽ തുറക്കമ്മേ. അവന്റെ കരച്ചിലിന് ശക്തി കൂടുമ്പോഴും അകത്ത് അടിയുടെ ശബ്ദവും സാധനങ്ങൾ തറയിൽ വീണുടയുന്ന ഒച്ചയും രശ്മികയുടെ ദീനമായ കരച്ചിലും ഉയരുന്നുണ്ടായിരുന്നു. കിച്ചുവിന്റെ കരച്ചിൽ കേട്ടാണ് വിജയ അങ്ങോട്ടേക്ക് ഓടി വന്നത്. അടഞ്ഞു കിടക്കുന്ന വാതിലിന് മുന്നിൽ നിന്ന് കരയുന്ന കിച്ചുവിനെ അവർ വാരിയെടുത്തു. അച്ഛമ്മേ, അച്ഛനോട് പറയച്ചമ്മേ, അമ്മേനെ തല്ലല്ലെന്ന് പറയച്ചമ്മേ, അമ്മക്ക് വേദനിക്കൂല, അമ്മ പാവല്ലേ. കുഞ്ഞിന്റെ വാക്കുകൾ കരച്ചിനിടയിൽ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അവന്റെ ആ കരച്ചിൽ കേട്ട വിജയ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രാജേന്ദ്രൻ അങ്ങോട്ട് കടന്നു വന്നത്. വിജയ അയാളുടെ അടുത്തേക്ക് ആകുലതയോടെ ചെന്നു. അവനോട് അവളെ തല്ലി കൊല്ലലെന്ന് പറ മനുഷ്യ, കുഞ്ഞു കിടന്ന് കരയുന്നത് കണ്ടില്ലേ? എന്നാൽ രാജേന്ദ്രന്റെ മുഖത്ത് ഭാവഭേദമൊന്നും ഉണ്ടായില്ല. മകന്റെ ക്രൂരതയെ ന്യായീകരിക്കുന്ന ഭാവമായിരുന്നു അയാൾക്ക്. നീ കുഞ്ഞിനെ എടുത്തോണ്ട് താഴേക്ക് പോ വിജയെ. അവൾ പറഞ്ഞ കേൾക്കാഞ്ഞിട്ടല്ലേ അവൻ കൈവെക്കുന്നത്? അവൻ പറഞ്ഞതുപോലെ ആ റാവുവിനൊന്ന് സൽക്കരിച്ചിരുന്നേ എന്തായിരുന്നു അവൾക്ക്? 3 നേരവും തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ളിടത്തേക്ക് എത്തിയപ്പോ അഹങ്കാരമാ. നിങ്ങൾ എന്തോന്നാ ഈ പറയുന്നേ? അവൾക്ക് പറ്റില്ലേ, എന്തിനാ നിർബന്ധിക്കുന്നേ? അവള് വിളമ്പി കൊടുത്താൽ അയാൾ കഴിക്കുമെന്നൊന്നുമില്ലല്ലോ. നിന്ന് വാചോടിക്കാതെ കുഞ്ഞിനെ കൊണ്ടുപോതാഴേ. രാജേന്ദ്രൻ ശബ്ദമുയർത്തിയതും കുതറി താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന കിച്ചുവിനെ വിറയ്ക്കുന്ന കൈകളാൽ ചേർത്തു പിടിച്ച് വിജയ താഴേക്ക് നടന്നു. പടികൾ ഇറങ്ങുമ്പോഴും അവൻ തന്റെ കുഞ്ഞി കൈകൾ മുകളിലെ മുറിക്ക് നേരെ നീട്ടി നിർത്താതെ കരയുന്നുണ്ടായിരുന്നു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക്
See you soon.